കുറേ ടെൻഷനും സ്ട്രഗ്ലിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഫ്രീ ആയിട്ടുള്ളൊരു ഈവനിങ് ആണിത്. അപ്പോൾ ഇന്നത്തെ ഈവനിങ്ങിന് നല്ലൊരു മസാല ബോണ്ടും കട്ടൻ ചായയാണ്. ഞങ്ങൾ നാട്ടിലെത്തിയ കാര്യം ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് എൻ്റെ അസുകുട്ടി. ആൾ സർജറിയൊക്കെ കഴിഞ്ഞിട്ടും മണ്ണിലൊക്കെ കളിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ സർജറി കഴിഞ്ഞ് കുട്ടീനാണോ മണ്ണിൽ വിട്ടിക്കണേന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ വഴിയില്ല. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ആൾക്ക് സ്ട്രെസ്സ് കൊടുക്കരുത്, വാശി പിടിപ്പിക്കരുത്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ അവനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യട്ടെ. ഹൈദരാബാദിൽ വേറെ ഒരു ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങി കഴിയണോ എനിക്ക്? ഈ നാട്ടിലെത്തിയാലേ ഉള്ളൂ മണ്ണിലും ചളിയിലൊക്കെ കളിക്കാൻ പറ്റുക. ഞാനാണെങ്കിലും ഇക്കു ആണെങ്കിലും കുട്ടികളെ ഇങ്ങനത്തെ കളിക്കൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലാണ്. കാരണം നമ്മളും ഇങ്ങനെയൊക്കെയല്ലേ വളർന്നത്, അവരും അങ്ങനെയൊക്കെ വളരട്ടെ. അങ്ങനെ അവർ കളിക്കുന്ന കുറേ നോക്കി നിന്നു. സീക്കുട്ടി നടക്കാൻ പഠിച്ചെങ്കിലും മണ്ണിൽ ആദ്യമായിട്ടാണ് ആൾ നടക്കുന്നത്. ആ ഒരു ബുദ്ധിമുട്ട് ആളുടെ ഫേസിൽ നല്ലോണം ഉണ്ട്. അപ്പോൾ പരിചയമില്ലാത്തവർക്ക് ഇതിൻ്റെ ഹസ്ബൻഡിൻ്റെ വീടാണ്. 3 ആഴ്ചയാണ് അസുവിന് കൺസൾട്ടേഷൻ വരുന്നത്. അപ്പോൾ അത് കഴിയുന്നവരെ ഞാനും കുട്ടികളൊക്കെ നാട്ടിലുണ്ടാവും കേട്ടോ.